കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരു വാർത്തയാണ് വഖഫ് ഭേദഗതി നിയമം. ആ ബില്ല് പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് പാത്രമായ ഒരു ബില്ലായിരുന്നു. അത് നിയമമാകുന്നതോടുകൂടി രാജ്യത്താകമാനം പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു, സംഘർഷങ്ങൾ നടന്നിരുന്നു. ഇത് കാണിച്ചുകൊണ്ട് ഈ സർക്കാർ ഇടപെടലിനെ കാണിച്ചുകൊണ്ട് ഭേദഗതി വരുത്തിയ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. സുപ്രീം കോടതിയിൽ നിരവധിയായ ഹർജികളാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വിരുദ്ധമായ വഖഫ് നിയമത്തിനെതിരെയുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും തുടങ്ങിയ നിരവധിയായ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സ്വാതി സന്തോഷ് വീണ്ടും വിവരങ്ങൾ നൽകാൻ, ഈ വാർത്തയിലെ വിവരങ്ങൾ തരാൻ സ്വാതി റെഡിയാണ്. സ്വാതിയിലേക്ക് പോവുകയാണ്. സ്വാതി, തുടർച്ചയായ വാർത്തകളാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് നിരവധി വാർത്തകൾ ഉള്ള സമയം കൂടിയാണ്. വഖഫും പഹൽഗാമും ഒക്കെ. അതെ തന്നെ. ഇപ്പോൾ പെഹൽഗാം വന്നതിന് പിന്നാലെ സ്ഥിരം ഈ ഡൽഹി വാർത്തകളാണ് ആദ്യം കയറുന്നത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും സുപ്രധാനം ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പെഹൽഗാമിനോടൊപ്പം കൂട്ടിവായിക്കാൻ പെടുന്ന ഒരു വാർത്ത തന്നെയാണ് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ. ഇന്ന് സുപ്രീം കോടതി ആ ഹർജികളൊക്കെയും പരിഗണിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ വലിയ പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ, സംഘർഷങ്ങളൊക്കെ രാജ്യത്താകമാനം പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായ സംഗതിയാണ്. എന്ന് മാത്രമല്ല, വഖഫിൽ എന്താണോ ഉള്ളത് അതിൻ്റെ തൽസ്ഥിതി തുടരണം എന്ന വിധിയാണ് ഉണ്ടായിരിക്കുന്നതും. അപ്പോൾ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോഴുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെയും ഒക്കെ ഹർജി പരിഗണിക്കുന്നുണ്ട്. എത്ര ഹർജികൾ ഇന്ന് പരിഗണനയ്ക്ക് വരുന്നു? കോടതി നടപടിക്രമങ്ങൾ, ഇന്നത്തെ സാധ്യതകൾ. അന്ന, ഇന്ന് ഈ വഖഫ് ബില്ല്, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അതിനെതിരെ നൽകിയിട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ഹർജികൾ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെതിരായി ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ആ സത്യവാങ്മൂലത്തിനെതിരെ നൽകിയിട്ടുള്ള ഹർജികളാണ് ഇന്ന് പരിഗണിക്കുക. അതിലേറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഈ സംഘടനകളടക്കം ഉയർത്തുന്ന കാര്യങ്ങളിലൊന്നും കാമ്പില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു ാണ് ഈ ഹർജികളെല്ലാം തന്നെയും ഈ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്ന വാദത്തെയൊക്കെയും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തള്ളിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. 22 അംഗ ബോർഡിൽ തന്നെയും കുറച്ച് പേർ മാത്രമാണ് അമുസ്ലിങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ആ വാദം, ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഭാഗികമായി സ്റ്റേ ചെയ്യാനുള്ള അധികാരം കോടതിക്കില്ല എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഹർജി നൽകിയിരുന്നത്, സത്യവാങ്മൂലം നൽകിയിരുന്നത്. ഇതിനെയൊക്കെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, അതോടൊപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ, അതോടൊപ്പം വ്യക്തികളടക്കം ഈ CPM-ന്റെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട് വഖഫ് നിയമത്തിൽ. അത്തരത്തിലുള്ള ഹർജികൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഒന്ന്, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയൊക്കെയും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് നിയമം. പ്രത്യേകിച്ചും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യവ്യാപകമായുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിഷേധത്തെ തന്നെയും വർഗീയ കലാപമാക്കി മാറ്റുവാനുള്ള അജണ്ടകൾ BJP-യുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളുടെയൊക്കെയും ഭാഗത്തുനിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെയും സ്ഥിതിഗതികൾ ഇപ്പോൾ ക്രമസമാധാനമൊക്കെയും പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് വരുന്ന സാഹചര്യം മാത്രമാണ് ഉള്ളത്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഈ ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെയും ഈ വ്യക്തി നിയമ ബോർഡും, മുസ്ലിം വ്യക്തി നിയമ ബോർഡൊക്കെയും ആവശ്യപ്പെടുന്നത് ഈ നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായും ജനങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഒരു മാറ്റം വരണമെന്നുള്ള ആവശ്യവും ഇത് റദ്ദാക്കണമെന്ന ആവശ്യവുമാണ്. കഴിഞ്ഞ കേസ് പരിഗണിച്ച സമയത്ത്, കഴിഞ്ഞ തവണ ഇതിൽ വാദം കേൾക്കുമ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, തിരുത്തൽ നിർദ്ദേശങ്ങളടക്കം കേന്ദ്ര സർക്കാരിന് നൽകുകയും അതോടൊപ്പം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. നിലവിൽ ഈ വഖഫ് സ്വത്തുക്കളായി ഉള്ളത് അങ്ങനെ
അങ്ങനെ തന്നെ തുടരണമെന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവാണ് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത്. അത്തരത്തിലൊക്കെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന വാദം തന്നെയാണ് നിരവധിയായിട്ടുള്ള സംഘടനകൾ ഈ ഹർജികൾ നൽകിയതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വഖഫ് സ്വത്തുക്കളായി കണക്കാക്കുന്ന നിരവധി കണക്കുകൾ കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പെരുപ്പിച്ച് നൽകിയിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്വത്തുക്കളൊക്കെ വഖഫായി മാറി 2023 ശേഷം എന്നുള്ള നിരവധിയായിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഈ ഹർജിക്കെതിരെ, ഈ സത്യവാങ്മൂലത്തിനെതിരെ ഹർജിയിലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേസ് ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ കൃത്യമായി ഈ വിഷയത്തിലൊരു തിരുത്തൽ നടപടി ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മുസ്ലിം സംഘടനകളും അതോടൊപ്പം മറ്റ് ഹർജി നൽകിയിട്ടുള്ള മറ്റ് സംഘടനകളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അന്ന ശരി സ്വാതി, വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. നിരവധിയായ ഹർജികളുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെയും ഹർജികൾ പരിഗണനയ്ക്ക് വരുന്നു. കഴിഞ്ഞ മാസം കോടതി ഈ കേസുകൾ നിരവധിയായ കേസുകളുണ്ട്. കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് തൽസ്ഥിതി എന്താണോ അത് തുടരണം എന്ന വിധി വരുന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിധിയായിരുന്നു. ആ കേസുകൾ ഇനി വിചാരണ ആ കേസുകളിലുള്ള അന്തിമമായ തീരുമാനങ്ങൾക്ക് ഇനിയും കാലതാമസം എടുക്കുമെന്നതാണ്. കാരണം നിരവധി കേസുകളുണ്ട്. ഭേദഗതി നിയമത്തിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ് ആ വിമർശനങ്ങളിൽ ഏറ്റവും കാതലായ സംഗതി എന്നതാണ്.